പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിന് മുൻകൈ എടുക്കുന്ന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു ഉയർന്ന ഉത്തരവാദിത്തം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പക്ഷേ പാർട്ടി ഇങ്ങനെ ഏൽപ്പിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ആ ആളുകളെ ആ അനുഭവം വെച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പ്രവർത്തനങ്ങളുടെ പങ്കാളിയാകുന്നതിന് വേണ്ടി ആണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്ക് ഉൾപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരെ, അതിലൊരാൾ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് നേരത്തെ തന്നെ, ആ 3 പേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ അകത്തുനിന്ന് ഇവിടെ പുതുതായിട്ടൊരു സെക്രട്ടറി വരണം. അതിനുശേഷം അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടുന്ന് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ പങ്കെടുക്കും. അത് പാർട്ടിക്കകത്ത് ഒരു വസ്തുത തന്നെയാണ്. പാർട്ടി പ്രവർത്തനത്തിനിടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണെന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലൊരാള് വിവിധ ബഹുജന സംഘടനകൾ പ്രവർത്തിച്ച് പാർട്ടിയുടെ തന്നെ ഇപ്പോൾ ഞാൻ താഴെയുള്ള ജില്ലാ കമ്മിറ്റിക്ക് താഴെയുള്ള മുഴുവൻ ഘടകത്തിലും പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. കോളേജ് പഠിക്കുന്ന കാലത്ത് ബ്രാഞ്ച് സെക്രട്ടറി, പിന്നീട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പിന്നീട് അതിനുശേഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി, പിന്നീട് ജില്ലാ സെക്രട്ടറി, അങ്ങനെ എല്ലാ ഘടകത്തിന്റെ ഇതിനു മുമ്പുള്ള എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരാളാണ് ഞാൻ. ഇത് ജയരാജനുമൊക്കെ ബാധകമാണ്, MV ജയരാജനൊക്കെ ബാധകമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനാനുഭവം കൂടി ഉണ്ട് എന്നുള്ള സംഗതിയാണ്. സ്വാഭാവികമായിട്ടും മറ്റ് ബഹുജന സംഘടനകളിലെ യുവജന സംഘടനാ രംഗത്തൊക്കെ നമുക്ക് പ്രവർത്തിച്ചുള്ള കുറച്ച് പരിചയങ്ങളുണ്ട്. ആ പരിചയങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവരുടെ മാർഗനിർദ്ദേശത്തിനെല്ലാം വിധേയമായി നമ്മൾ പ്രവർത്തിച്ചു പോകും എന്നുള്ളതാണ് വസ്തുത. വേണ്ടിവരും. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് ജില്ലാ കമ്മിറ്റി കൂടിയ ശേഷം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ ഏകണ്ഠത്തിൽ നിശ്ചയിക്കും. അതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. അല്ല, കമ്മിറ്റിക്കകത്തുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ആവാലോ. നമ്മുടെ സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട്. അതിൽ പ്രത്യേകമായിട്ടൊരു യുവാക്കളുടെ സംവരണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പാർട്ടി കമ്മിറ്റിക്കകത്തുള്ളത്. ഒട്ടേറെ സഹാക്കളുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ നിശ്ചയിക്കും. അതാണ് എൻ്റെ ഒരു നടപടിക്രമം. ചില വിമർശനങ്ങളൊക്കെ ചില നേതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചുമതല ഉൾപ്പെടുത്തിയില്ല. പത്മകുമാർ അതോടൊപ്പമുള്ള നേതാക്കൾ അതൊക്കെ എങ്ങനെയാണ് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല? ഇന്നത്തെ 52 വർഷത്തെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചപ്പോൾ പ്രവർത്തന പരിചയം പറഞ്ഞു. അദ്ദേഹം പറയുന്ന 52 വർഷത്തെ പ്രവർത്തന പരിചയമാണ്. പാർലമെന്ററി രംഗത്ത് കഴിഞ്ഞ ദിവസം വന്ന ചില ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി എന്നടക്കം വിമർശനങ്ങളാണ്. അല്ല, അത് മനസ്സിലാക്കുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ TV വാർത്തകൾ തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ വീണ ജോർജിനെ കമ്മിറ്റി ഉൾപ്പെടുത്തുകയാണ്. നേരത്തെ രവീന്ദ്രൻ മാഷ് ഉൾപ്പെടുത്തിയിരുന്നല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രൻ മാഷെ നമ്മൾ അന്ന് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അദ്ദേഹത്തെ ആദ്യം ക്ഷണിച്ചിരുന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ക്ഷണിച്ചിരുന്നു, സ്ഥിരം ക്ഷണിതാവായിട്ട് നിശ്ചയിച്ചിരുന്നു. രവീന്ദ്രൻ മാഷ് ചുമതല ഒഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്തു. വീണ ജോർജ് ആണെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ തന്നെ ഘടകത്തിലുണ്ട്. ആ പാർട്ടി ഘടകത്തിലുള്ള ആള് നമ്മുടെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള രൂപത്തിൽ അവരെ ഈ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചതിൽ യാതൊരു അപാകതയില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ പത്മകുമാറിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ഒരു വികാരഭരിതനാവേണ്ട കാര്യം ഉണ്ടെന്നുള്ള കാര്യം. കാരണം നമ്മുടെ പാർട്ടിയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒട്ടേറെ ആളുകളുണ്ട്. അവരെല്ലാം 50-52 വർഷം, എനിക്ക് 52 വർഷത്തെ പരിചയമൊന്നുമില്ല. പക്ഷെ 50-ഉം 52ഉം ആ ഒരു വർഷത്തെ പരിചയമുള്ള നല്ല ഒന്നാന്തരം ഇരുത്തം വന്ന ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. പക്ഷെ അവരെ എല്ലാം ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഈ സെക്രട്ടേറിയറ്റിൽ ഇത്ര പേരെ പാടുള്ളൂ, സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്ര പേരെ പാടുള്ളൂ എന്നൊക്കെയുള്ളത് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഉൾപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ അകത്തൊന്നും യാതൊരു തെറ്റുമില്ല. അത് സംബന്ധിച്ചുള്ള വിമർശനം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളോ പദവികളോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കേഡറെ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് നമ്മുടെ നാടിന്റെ അകത്തുള്ള പ്രവർത്തനങ്ങളിൽ അവരെന്ത് സേവനം ചെയ്യുന്ന അടിസ്ഥാനമായിട്ടാണ്. അതിന് സംസ്ഥാന കമ്മിറ്റിക്കകത്തോ വലിയ ഉയർന്ന സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് വന്നില്ല എന്നുള്ളൊരു പേരിൽ അതൊരു പ്രയാസമായിട്ട് കരുതേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ജനസേവനമാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായിട്ടും ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിക്ക് ഒരു സമ്മേളനത്തിന്റെ അകത്ത് കിട്ടിയിട്ടുള്ള ഒരു സൽപ്പേരുണ്ട്, ഒരു വലിയ ആവേശമുണ്ട്. ആ ആവേശത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഒരു പാർട്ടി കേഡറുടെ ഭാഗത്തുനിന്നും ഒരു വാക്കായോ ഒരു പ്രവൃത്തിയായോ ഒരു നോട്ടമായോ വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, അതിനെക്കുറിച്ച് വേറെ വിശദാംശം പോകുന്നില്ല. അവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തന്നെ പറഞ്ഞു,
ഈ അതൊരു വികാരപ്രകടനം അല്ലാണ്ട് വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വികാരപ്രകടനമാണെന്ന് പത്മകുമാർ തന്നെ പറഞ്ഞായിട്ടേ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ. വീണ ജോർജ് ഉൾപ്പെടുത്തിയതിൽ യാതൊരു തെറ്റുമോ അങ്ങനെ പ്രശ്നമോ? തെറ്റൊന്നുമില്ല, അത് ശരി തന്നെയാണ്, കറക്റ്റായിട്ടുള്ള തീരുമാനമാണ്.